കൂടുതൽ പോയാൽ ഉറപ്പായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ദുബാരെ എലിഫന്റ് ക്യാമ്പ്. നമ്മൾ പോയ സമയം ഒരാൾക്ക് 50 രൂപയാണ് ഫീ എങ്കിൽ ഇപ്പോൾ അത് 100 രൂപയായി മാറിയിട്ടുണ്ട്. 3 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ടിക്കറ്റ്. ബോട്ടിങ്ങിന് ഫീ ഒരാൾക്ക് ഇപ്പോഴും 50 രൂപയാണ്. ഫലത്തിൽ ഒരാൾക്ക് 150 രൂപയായി വരും. കാരണം ബോട്ടിൽ കയറിയല്ലാതെ അവിടേക്ക് പോകാൻ പറ്റില്ലല്ലോ. എന്തു തന്നെ ആയാലും ദുബാരെ എലിഫന്റ് ക്യാമ്പ് സന്ദർശിക്കാൻ മറക്കണ്ട. മടിക്കേരിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ആർച്ച് കാണുന്ന സ്ഥലത്ത് നിന്ന് 1.3 കിലോമീറ്റർ ആണ് അവിടേക്കുള്ള ദൂരം. രാവിലെ 9 മുതൽ രാവിലെ 11 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെയുമാണ് ഇവിടുത്തെ സമയം. രാവിലെ ചെന്നതിനാൽ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പാർക്കിങ്ങിന് 40 രൂപയാണ്. മഴ കാരണം കാവേരി നദി ആകെ കലങ്ങി കിടക്കുന്നുണ്ട്. സംസാരവും പൊട്ടിച്ചിരികളും ബോട്ടിന്റെ ശബ്ദവും എല്ലാം കൊണ്ട് ശബ്ദമുഖരിതം. പ്രവേശന കവാടത്തിൽ ഫോട്ടോ എടുക്കാൻ ഒരു തിരക്ക് കാണാം. ഇവിടെ നിന്നാൽ ആനകളെ കുളിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാം. വേണമെങ്കിൽ ആനകളെ കുളിപ്പിക്കാൻ നമ്മൾക്കും പങ്കുചേരാം. അതിന് പ്രത്യേക ഫീസ് നൽകണമെന്ന് മാത്രം. ആ സമയം 250 രൂപയായിരുന്നു റേറ്റ്. ഇവിടെ നിന്ന് കാണുന്നതിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നും നൽകേണ്ടതില്ല. കർണാടക ഡിപ്പാർട്ട്മെന്റിന് ഏകദേശം 150 ആനകൾ പല ക്യാമ്പുകളിലായി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ദുബാരെ എലിഫന്റ് ക്യാമ്പ്. കർണാടക ഡിപ്പാർട്ട്മെന്റിന് ഏകദേശം 150 ആനകൾ പല ക്യാമ്പുകളിലായി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ദുബാരെ എലിഫന്റ് ക്യാമ്പ്. ആനകളെ കുളിപ്പിക്കാനും തീറ്റ കൊടുക്കാനും ആനപ്പുറത്ത് കയറാനും സഞ്ചാരികളെ അനുവദിക്കുന്നതാണ് ഈ ക്യാമ്പിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഇവിടെ നിന്ന് പരിശീലനം ലഭിച്ച ആനകളാണ് മൈസൂർ ദസറയുടെ അവസാന നാളിലെ ജംബൂ സവാരി പങ്കെടുക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ കയറിയ മറുകര കാണാം. വലിയ ദൂരമൊന്നുമില്ല ഇവിടെ നിന്ന്. മുൻപ് പറഞ്ഞതുപോലെ രാവിലെ 9 മുതൽ രാവിലെ 11 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെയുമാണ് ഇവിടുത്തെ സമയം. ടിക്കറ്റ് കൊടുത്ത ശേഷം നടന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ആനകളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഫോട്ടോ എടുക്കാനും മറ്റുമായി ഇവിടെയും തിരക്കുകൾ കാണാം.
ആനകളെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന് ശേഷം നമ്മൾ ചെന്നെത്തുന്നത് വട്ടത്തിൽ തടികൾ ഒരു ചെറു മതില് പോലെ കെട്ടിത്തിരിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ആനകളെ കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾക്കായി അവരെ പ്രദർശിപ്പിച്ച് നിർത്തിയിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇവിടെ ആനകൾക്ക് ഭക്ഷണം നൽകുന്നത് നമുക്ക് അടുത്ത് കാണാൻ അവസരമുണ്ട്. ഇവിടെ ആനകളെ പൊതുവെ വലിയ മര്യാദരാമന്മാരെ തന്നെ കാണാം. എന്നാലും വന്യമൃഗങ്ങളാണ്, എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എല്ലാവരെയും പോലെ അതിനടുത്ത് പോകാനൊക്കെ ഒന്ന് മടിച്ചു. ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ആനയുടെ കൊമ്പുകളിൽ തുമ്പിക്കൈയിൽ തലോടിയും മറ്റും ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുകയാണ് എന്ന് തോന്നിപ്പോ. വളരെ കൂളായാണ് എല്ലാവരും അതിനോട് പെരുമാറുന്നത്. ഈ ജീവിതത്തിൽ ഇനിയൊരു അവസരം ദുബാരെ എലിഫന്റ് ക്യാമ്പിൽ ആനയോടൊപ്പം നിൽക്കാൻ കിട്ടുമോന്നറിയില്ല. കുറച്ചല്ല, വലിയൊരു റിസ്ക് എടുത്ത് ഏതാനും നിമിഷങ്ങൾ ആനയോടൊപ്പം നമ്മളും. കൊമ്പില്ലാ സ്ഥലത്ത് മറ്റുള്ളവരെ നിർത്തി, കൊമ്പുള്ള സ്ഥലത്ത് ഞാനും ഒന്ന് നിന്നു. ഔദ്യോഗികമായി ആനയുടെ അടുത്ത് നിൽക്കാൻ ഫീസ് നിരക്കുകൾ ഇല്ലെങ്കിലും അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായി നമ്മൾ കുറച്ച് കാശ് കൊടുക്കണം പാപ്പാന്മാർക്ക്. അത് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മളും കൊടുത്തു. എത്രയെന്ന് ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല. വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണിത്. കുട്ടികളോടൊപ്പം മറ്റും ഫോട്ടോ എടുക്കാനും ആനകളെ കണ്ട് അതിനോടൊപ്പം ചെലവഴിക്കാനുമായി എത്തുന്ന ഒരുപാട് വിനോദസഞ്ചാരികളെ നമുക്കിവിടെ കാണാൻ കഴിയും. ആനകളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം തന്നെയാണ് ദുബാരെ എലിഫന്റ് ക്യാമ്പ്. വളരെ ഭയരഹിതമായാണ് ഇവിടെ ആളുകൾ ആനകളോട് ഇടപെടുന്നതെങ്കിലും കുറച്ചൊരു ശ്രദ്ധ കൊടുത്ത് അത്ര കൂടുതൽ ഇടപഴകാതെ ഒന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. കാരണം വന്യമൃഗങ്ങളായതുകൊണ്ട് തന്നെ അപ്രയോജനീയമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവാം. മതപ്പാടുണ്ടായ ആനകളെ കുറച്ച് ദൂരെയായി മാറ്റി നിർത്തും. സന്ദർശകരുടെ സുരക്ഷയ്ക്കായി കരുതി അങ്ങോട്ട് അടുപ്പിക്കാറില്ല. അതുമാത്രമല്ല, ആനകളെ വളരെ സ്നേഹത്തോടെയാണ് ഇവിടെ പരിപാലിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ഇവിടെ ആനകളുടെ അടുത്ത് വിശ്വാസത്തോടെ ഇടപെടാം. ആനകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ബോർഡുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ആനയെ പരിപാലിക്കുന്നവരോട് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അവർ തയ്യാറാണ്. സ്ഥലം വളരെ വിശാലമായി കിടക്കുന്നതിനാൽ നമ്മളൊന്ന് കറങ്ങി വന്നു. ദുബാരെ എലിഫന്റ് ക്യാമ്പിൽ ആഡംബര കോട്ടേജുകളും സന്ദർശകർക്കായി താമസിക്കാൻ ഒരുക്കിയിട്ടുണ്ട്. അഡ്വാൻസായി ബുക്ക് ചെയ്യാൻ ദുബാരെ എലിഫന്റ് camp.com സൈറ്റിൽ നോക്കുക. താരിഫ് എല്ലാം അതിൽ തന്നെ കാണാം. ആനയുടെ പേര്, വയസ്സ്, ലിംഗം തുടങ്ങിയുള്ള വിവരങ്ങൾ ഇവിടെ ബോർഡുകളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിയിലാണ് കണ്ടത്. കാവേരി നദിയിലൂടെ തിരിച്ചു പോകും.
തിരയിളക്കം, വെള്ളം ഭയപ്പെടുന്നവരെയൊക്കെ ഒന്ന് അമ്പരിപ്പിക്കും. എത്രയോ വിനോദസഞ്ചാരികളുമായി ഇതുവഴി സഞ്ചരിക്കുന്ന ബോട്ടിൽ അമരം പിടിക്കുന്നവരുടെ കണ്ണുകളിൽ ഒരുതരം നിസ്സംഗഭാവം മാത്രം. അവരെ സംബന്ധിച്ച് ഇതൊക്കെ നിത്യ കാഴ്ചകളിൽ ഒന്ന് മാത്രം. തിരിച്ചു വന്നപ്പോഴേക്കും നീണ്ട ക്യൂ അവിടെ ഉയരുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു, ഹോട്ടൽ പല്ലക്കി. പൊതുവെ ഇവിടെ നല്ല തിരക്കാണ്. ചിലപ്പോൾ കസേരയ്ക്കായി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. നമ്മൾ സ്വന്തമായി സർവ് ചെയ്യേണ്ടി വരും. കഴിച്ച കോഫി നല്ലതായിരുന്നു. കൂർഗിൽ എവിടെ പോയി കോഫി കുടിച്ചാലും അത് കിടുവായിരിക്കും. വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഇവിടെ മാത്രമല്ല, കുറച്ച് അങ്ങോട്ടും വിശാലമായ സ്ഥലമുണ്ട്. പേ ആൻഡ് യൂസ് ടോയ്ലറ്റും ഇവിടെ ഉണ്ട്. ദുബാരയിലേക്കുള്ള നിങ്ങളുടെ യാത്ര മൺസൂണിലാണെങ്കിൽ കാവേരി നദിയിലൂടെ റിവർ റാഫ്റ്റിങ്ങിന് അവസരമുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവിടെ റിവർ റാഫ്റ്റിംഗ് നടത്തുന്നത്. ദുബാര എലിഫന്റ് ക്യാമ്പിനോടും വിടാം. അടുത്ത വീഡിയോയിൽ കൂർഗിലെ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം.